അതുപോലെ തന്നെ ഒരു പാട്ട് ഉദയഗിരിക്കോട്ടയിലെ. അയ്യോ ഭയങ്കര ഇഷ്ടം. ഇതെങ്ങനെ അറിഞ്ഞത് പാട്ടൊക്കെ? ഉദയഗിരിക്കോട്ടയിലെ ചിത്രലേഖ ഉർവശി ചമയുന്ന ശൃംഗലേഖ ഉഷയവിടെ സഖി ഉഷയവിടെ ഉഷസവിടെ അല്ല അനിരുദ്ധൻ വന്നുവോ അരമനയിൽ ചെന്നുവോ ചൂടം പൊതിഞ്ഞു സഖിയ പാദ ചൂടം പൊതിഞ്ഞു. വലശി ആ കലാവതിയുടെ എല്ലാ ബ്യൂട്ടി മുതൽ അത് പിന്നെ വരികൾ കാർകൂന്തൽ കൊണ്ട് മറച്ചു പോകുന്നു. അത് കാണാണ്ട് ആ വരികളെന്താ? കതിരിടും ലജ്ജയുമായി കാമസ്വരൂപനെ കാർകൂന്തൽ കൊണ്ടു മറച്ചു. അതിൽ പരം സൗന്ദര്യം എന്താണ്? കാർകൂന്തൽ. ഇന്ന് കാർകൂന്തൽ ഉണ്ടെങ്കിൽ കാർകൂന്തൽ പിടിച്ചാൽ നിലത്ത് വീഴും. തിരുപ്പന. ആ കാർകൂന്തൽ കൊണ്ടു എത്ര ബ്യൂട്ടിഫുൾ ആണ്. ചിത്രം നോക്കും. ഇന്നത്തെ കമ്പോസിംഗില്ലേ അത് പിന്നെ കറക്റ്റായിട്ട് കമ്പോസ് ഈ ഹമ്മിങ് പാട്ട് സുശീലാമ്മ അത് പാടിക്കണം. എത്ര ബ്യൂട്ടിഫുൾ ആണ്. അപ്പം അതിന് അമ്മയ്ക്കറിയാൻ പാടില്ല ഈ ഉദയഗിരി കോട്ട എന്താ. ഒന്ന് ദേവരാം മാഷ് പറഞ്ഞ് സുശീലയ്ക്ക് ഒന്നും അറിയാൻ പറ്റില്ല, ഒരർത്ഥം അറിയാൻ പറ്റില്ല, പക്ഷെ ആ ശബ്ദത്തിൽ വികാരമുണ്ട്. അത് വികാരമുണ്ട്. എന്ത് പാടിയില്ല അത് വികാരത്തോടുകൂടി വരുന്നേ. അവർക്കും അറിയില്ല വികാരം ഉണ്ട് അതിലൊന്നും. അത് രസം. അതൊരു ദൈവത്തിനാണ്. നമ്മൾ ഈ പാചകത്തിന് ഒപ്പിടുന്ന പോലെയാണ്. ആ ഒപ്പിടാൻ നേരത്തെ ധ്യാനിച്ചുകൊണ്ടാണ് ഒപ്പിടുന്നത്. അപ്പോഴാണ് എമ്മക്കാരി കുളിക്കാൻ പോകുന്നത്, 8 തോറ്റുപോയ അമ്മ ഒപ്പിടുന്നത്. അപ്പോൾ അമ്മ ധ്യാനിച്ചുകൊണ്ട് ഒപ്പിടുമ്പോഴത്തേക്ക് കറി നല്ലതാണെന്ന് പറയുന്നത് പോലെയാണ്. ഗുരുവിന് ഭാവം പറഞ്ഞു കൊടുക്കാൻ ഒക്കില്ല. അത് സാക്ഷാൽ ഗുരു തന്നെയാണ്. ഇപ്പോൾ അച്ഛൻ മരിച്ചു കിടക്കുകയാണ്, ഒരു പാട്ട് എന്ന് പറയുമ്പോൾ കരഞ്ഞോണ്ടും പാടാം, അപ്പോൾ പെട്ടെന്ന് തീരും. കരയാതെ എത്രയേറെ എങ്ങനെയൊക്കെയാണ് ആ ഭാവം അവിടെ കൊടുക്കേണ്ടതെന്ന് ഗുരുവിന് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നോക്കും? അത് സാക്ഷാൽ ഗുരുവിന് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ. ഗുരുവിന് ഇയാൾക്ക് വേണ്ടി ഒന്ന് ഗുരുവിന് പാടാൻ നോക്കില്ലല്ലോ, അയാൾ തന്നെ പാടി ഫലിപ്പിക്കില്ല. അതാണ് ചേട്ടൻ ഇങ്ങനെ പാടാൻ നേരത്ത് തന്നെ അത് അല്ലേ എല്ലാം ഒരു ദൈവാധീനം പോലെ ആ ഭാവം അങ്ങനെ കടന്നു വരാറോ? അതാണ് ഞങ്ങൾക്ക് തോന്നാറുള്ളൂ. അങ്ങനെയാണ് ദൈവാധീനം തന്നെ. ദൈവാധീനം പോലെ ദൈവാധീനം തന്നെ, വേറെ ഒന്നുമില്ല. ഞാൻ കൂടുതൽ ഇൻവോൾവ് ആവുകയാണ്. ഒരു വരികൾ ഞാൻ ഒരുപാട് അതിനകത്തേക്ക് ഇൻവോൾവ് ഇറങ്ങിച്ചില്ല. അത് ചിലപ്പോൾ നന്നായിട്ട് വരുമോ ചീത്തയായിട്ട് വരുമോ എനിക്കറിയില്ല. ഞാനത് മാക്സിമം അത് ഇറങ്ങിച്ചെല്ലും. ചിലപ്പോൾ രക്ഷപ്പെട്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ ഈശ്വരൻ്റെ എന്ന് വിചാരിക്കും. എങ്ങനെയാലും ഞാൻ ഇതൊക്കെ ഈ ഉദയഗിരിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അതിന് പാട്ട് ആ കലാവതിയുടെ ആ നമ്മുടെ വലശിയുടെ എല്ലാ ബ്യൂട്ടി ആ പാട്ട് ആ ട്യൂണിലുണ്ട്. വരികൾ ആരാണ് ഈ ഞാൻ പറഞ്ഞ ഒരു വയലാറിൻ്റെ വരികളാണോ, ദേവരാം മാഷ സംഗീതമാണോ, സുശീലമ്മയുടെ ശബ്ദമാണോ നല്ലത് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഒരു കോമ്പിനേഷൻ. ദാറ്റ് ഈസ് എ കോമ്പിനേഷൻ. ഓ ഭയങ്കര. അതൊക്കെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ഇരുന്ന് കരയാൻ തോന്നും, അത് പൊട്ടിക്കരയാൻ തോന്നും. എന്താണ് ഇങ്ങനെയൊക്കെ സൃഷ്ടികളോ സൃഷ്ടികൾ ആ കാലത്ത് നമ്മളോട് ഭാഗമായത് അങ്ങനത്തെ സൃഷ്ടികൾ എങ്ങനെ ഇവരൊക്കെ ഉണ്ടാക്കി, എന്താണ് ഇവരെന്താ പറയുക? അതുപോലെ തന്നെ പൊന്നാവരം കോട്ടയിൽ വയലാറിൻ്റെ ആ വരി, എൻ്റെ രഹസ്യമോഹങ്ങളെ വിരൽ തൊട്ടുണർത്തിയ കാമുകനും. വയലാറിൻ്റെ വരികൾക്ക് പെരിയാറിൻ്റെ മാതകത്വവും പി ഭാസ്കരൻ്റെ വരികൾക്ക് പേരാറിൻ്റെ ശാലീനതയുണ്ട്. ഇതല്ലേ സത്യം? അല്ലേ? അതുപോലെ വയലാറിൻ്റെ വരി വയലാർ ആരോ കണ്ട് പറയാൻ പാടില്ല, അതും പറയാൻ പാടില്ല. എന്നാ വിളക്കു കെടുത്ത് നീ ആദ്യമായി നൽകിയ വിഷുക്കൈ നീട്ടങ്ങൾ ഓർമ്മയില്ലെന്ന് പറഞ്ഞത് വയലാർ. പി ഭാസ്കരനാണെങ്കിൽ വിളക്ക് കൊളുത്തി നീ ആദ്യമായി നൽകിയ. അതാണ് രണ്ടുപേരും വ്യത്യാസം. വിളക്ക് കെടുത്ത് നീ ആദ്യമായി നൽകിയ വിഷുക്കൈ നീട്ടങ്ങൾ ഓർമ്മയില്ലേ?
ഇളക്കു കൊളുത്തിനി ആദ്യമായി നൽകി എന്ന് എഴുതുള്ളൂ. അത് ഭാസ്കരൻ മാഷ് അങ്ങനെ എഴുതുള്ളൂ. ഭാസ്കരൻ മാഷ് ഒരു ശുദ്ധഹൃദയനാണ്. ആ ശുദ്ധഹൃദയ ശുദ്ധതയിലല്ല, ശാലീനത, മനസ്സിലായി. മറ്റേതൊരു കുസൃതി. കുസൃതി അതാണത്. അതാണ് ഒരു തെളിനീര് പോലെയാണ് ഭാസ്കരൻ മാഷിന്റെ. അത് തന്നെ, അതെ അതെ, അതാണ് കറക്റ്റ്.